നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഡിസംബർ മാസത്തെ മകം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സർവാഭിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. നല്ല ദൈവാധീനമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ലഗ്നാല് അഷ്ടമത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പം നിവർത്തി സ്ഥാനാധിപത്യം വഹിച്ച് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് ശനിദോഷമുണ്ട്. ശനിദോഷമുള്ളത് കാരണം കൊണ്ട് തന്നെ ഒരു സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, ഒരു രോഗം വന്ന് കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തെ അടുത്ത രോഗങ്ങളുണ്ടാകുക. ഈ പറയുന്ന രീതിയിൽ ശാരീരികമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ശനി. അതേപോലെ തന്നെ 5-ൽ ബുധശുക്ര യോഗമാണ്. സഹായ സ്ഥാനാധിപതി ലാഭാധിപതിയും 4-ാം ഭാവാധിപതിയോട് യോഗം ചെയ്തിട്ട് ലഗ്നാൽ 5-ൽ നിൽക്കുന്നത് കാരണമുണ്ട് നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ ഭൗതികമായ സുഖങ്ങൾ അനുഭവിക്കാനും സാധിക്കുന്ന ഒരു മാസമാണ്. 5-ാം ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴം 5-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യാധിപേഷ്ട ഭാവേശോ അശുഭോ ഭാവപുഷ്ടിയിൽ നിന്ന് ഭാഗ്യാധിപതി എവിടെ നിന്നാലും ആ ഭാവത്തിന് പുഷ്ടിയെ കൊടുക്കും. ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന സൂര്യനോട് യോഗം ചെയ്തിട്ടാണ് പൂർവ്വപുണ്യസ്ഥാനമായിരിക്കുന്ന 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർവികമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാനും എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാനും യോഗമുള്ള സമയമാണ്. എന്നാൽ നിവർത്തി സ്ഥാനത്ത് 7-ാം ഭാവത്തിൽ രാഹുവും 7-ാം ഭാവാധിപതി അഷ്ടമത്തിലുമാണ്. ഇതിനിറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വരാൻ സാധ്യതയുണ്ട്. അടിവയറ് സംബന്ധമായിട്ടോ നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതേപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര അനുകൂലമായിരിക്കുന്ന ഗുണമല്ല കാണുന്നത്. കാരണം 7-ാം ഭാവാധിപതി അഷ്ടമത്തിലേക്ക് പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് ദാമ്പത്യ സുഖക്കുറവ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് പ്രധാനമായിട്ടുള്ളത് മാനസികമായിട്ടുള്ള ടെൻഷനാണ്. കാരണം അഗ്നികാരകനായിരിക്കുന്ന സൂര്യനും അഗ്നികാരകനായിരിക്കുന്ന ചൊവ്വയും ലഗ്നത്തിൻ്റെ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 5-ാം ഭാവത്തിലേക്ക് 5-ാം ഭാവാധിപതിക്ക് ദൃഷ്ടിയുള്ളത് കാരണം കൊണ്ട് അനുകൂലമാണെങ്കിൽ പോലും 4-ാം ഭാവാധിപതി 5-ൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. അപ്പം 4-ാം ഭാവാധിപതി അതിൻ്റെ 2-ൽ നിൽക്കുന്നത് നല്ലതാണെങ്കിൽ പോലും 5-ാം ഭാവാധിപതിയുടെ ശത്രുവായിരിക്കുന്ന ചൊവ്വയാണ് 5-ൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന വിഷയത്തിലുള്ള ഒരു സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വീട്ടിലെ തീപ്പൊള്ളൽ പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. ആവശ്യമില്ലാത്ത കലഹ സ്വഭാവങ്ങൾ കാര്യങ്ങളുണ്ടാകാം. വീടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അനുകൂലമായിരിക്കുന്ന കാര്യങ്ങളാണ്. ആവശ്യമില്ലാത്ത സംഘർഷങ്ങളും മാനസിക ടെൻഷനും ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നീട് വരുന്നുള്ളത് ശനിദോഷമാണ്. ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. അതേപോലെ തന്നെ നാഗപൂജ ചെയ്യണം. കാരണം രാഹു 7-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് നമ്മളിലേക്ക് വരേണ്ട ഗുണഫലങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.